അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ഈ ഡയലോഗ് പ്രോഗ്രാം കേൾക്കണമെന്നും പ്രാമാണികമായ ചർച്ച ഉൾക്കൊള്ളണമെന്നും ആഗ്രഹിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സത്യാന്വേഷികളെ, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഗൗരവമായി ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടുള്ളതും ലോകത്തിന് ഏറെ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നതുമായ ഒരു വിഷയം, എന്താണ് ജിഹാദ്? മനുഷ്യരായി പിറന്ന എല്ലാ ആളുകളും ഒരു കാര്യം നേടാൻ വേണ്ടി അത്യധ്വാനം ചെയ്യാറുണ്ട്. ഒരു നന്മ നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി നാം നമ്മുടെ സന്നദ്ധതയെ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഭാഷാപരമായി ജിഹാദ് എന്ന് പറയാം. വിഖ്യാതമായ ലിസാനുൽ അറബിൽ ജിഹാദിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: യുദ്ധരംഗത്ത്, അതല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ, അതിനു പുറമെ മറ്റേത് പ്രവർത്തനത്തിലും ഒരു വ്യക്തിയുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നതിനെയാണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണം അതിനെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ആധുനിക മീഡിയകൾ മുസ്ലിമിൻ്റെ ഏതേത് ചലനത്തെയും ജിഹാദുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നു. രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ: ഏതേത് മതപരമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴും ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് അവർ മടക്കേണ്ടത്. ഖുർആനിൽ വിശാലമായ അർത്ഥത്തിൽ ജിഹാദ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് നിലയിൽ പ്രവാചകന്റെ ജീവിതത്തെ മക്ക കാലഘട്ടം എന്ന നിലയിലും മദീന കാലഘട്ടം എന്ന നിലയിലും നാം മനസ്സിലാക്കുകയും ചരിത്രം നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകന്റെ മക്ക കാലഘട്ടം ക്ഷമയുടെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, മനുഷ്യരുടെ ബുദ്ധിയെ തട്ടിയുണർത്തുന്ന ചിന്താപരമായ പ്രബോധനത്തിൻ്റെ കാലഘട്ടമായിരുന്നു അത്. അവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ വ്യക്തമായി പറയുന്നു. അവിടെ ഖുർആനിൽ ഫലാ തുതീൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സത്യനിഷേധികളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. അവരുടെ ഇച്ഛകളെയും ഇംഗീതങ്ങളെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അത് നിങ്ങളെ സത്യത്തിലേക്ക് എത്തിക്കില്ല എന്ന് ശക്തമായി ഖുർആൻ പറയുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തുക എന്ന് പറയുന്നു. ഖുർആനാകുന്ന ദൈവിക ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്തിയുള്ള പ്രബോധനമാകുന്ന വലിയൊരു ജിഹാദിനെ സംബന്ധിച്ച് മക്ക കാലഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് മക്കയിൽ പറയുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ ആരും കാണുന്നില്ല ഒരു യുദ്ധം, അവിടെ നമ്മൾ ആരും കാണുന്നില്ല ഒരു സൈന്യത്തിൻ്റെ നയിക്കൽ, അവിടെ നമ്മൾ കാണുന്നില്ല ആരെയും പ്രവാചകൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് വാളെടുത്ത് ആയുധമെടുത്ത് പോരാടുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ അവിടെ ജിഹാദ് ഉണ്ട്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഇതര മതവിശ്വാസികളെ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ, അവിടെയുള്ള ജിഹാദ് നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ദൈവനിഷേധ പ്രവണതയെയും സൃഷ്ടിപൂജയെയും പൗരോഹിത്യം അവരിൽ ചാർത്തിയ ചിന്താപരമായ ഒരുപാട് വ്യതിയാനങ്ങളെയും തിരുത്തിക്കൊണ്ട് ദൈവികമായ വചനത്തിലൂടെ അവരെ സംസ്കരിക്കുന്ന ത്യാഗപൂർണമായ ആ പരിശ്രമത്തെ ഖുർആൻ വലിയ ജിഹാദായി പഠിപ്പിക്കുന്നു. അപ്പോൾ 25-ാം അധ്യായം 52 നിന്ന് ജിഹാദൻ കബീറ എന്ന് പറയുന്നത്
ആയുധമേന്താത്ത ജിഹാദിനെ സംബന്ധിച്ചാണ്. അഥവാ കഴിവിൻ്റെ പരമാവധി അന്ന് വരെ മനുഷ്യർ ജീവിച്ച അവരുടെ ജീവിത രീതിയിൽ നിന്ന് ദൈവിക ദർശനത്തിലേക്ക്, ബുദ്ധിയുടെ ചിന്തയുടെ മേഖലയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനെ ഇസ്ലാം ജിഹാദി എന്ന് പറയുന്നു. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിലൊക്കെ നടത്തുന്ന നവോത്ഥാന സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഒരു വലിയ ജിഹാദാണ്. ഖുർആനിനെതിരെ തെറ്റിദ്ധാരണ, ജിഹാദ് എന്നത് തെറ്റിദ്ധരിച്ച ഒരു സമൂഹത്തിനെതിരെ ഈ പ്രോഗ്രാം പോലും ഒരു ജിഹാദാണ്. ഈ പ്രോഗ്രാം പോലും കൃത്യമായി പറഞ്ഞാൽ ഖുർആനിന്റെ വീക്ഷണത്തിൽ ഒരു മഹാജിഹാദാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകളെ തീർത്തുന്ന മഹത്തായ ബുദ്ധിപരമായ കാൽവപ്പാണിത്. സായുധ സമരത്തെക്കാളും ധീരമായ ഒരു ഇടപെടലാണിത്. ആയിരങ്ങളെ തലയെറിയാൻ എളുപ്പമാണ്. തലതിരിഞ്ഞവരെ അവരെ നേരാമണ്ണം ചിന്തിക്കുന്നവരാക്കുക എന്നത് ഏറ്റവും ശ്രമകരമായ പരിപാടിയായി വിശുദ്ധ ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം 78-ൽ പറയുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി ഹുവ അജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹീമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ എന്നാണ്. വജാഹിദു ഫില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടണം, ജിഹാദിൽ ഏർപ്പെടണം. അത് ഹക്കായ മുറപ്രകാരമുള്ള നിങ്ങളുടെ വികാരത്തിനൊത്ത് രൂപപ്പെടേണ്ട ഒന്നല്ല, കൃത്യമായ നിയമങ്ങളോടുകൂടിയുള്ളതാണ് ആ ജിഹാദ്. നിങ്ങളെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഉഖ്രിജത്തിൽ ഇന്നാസാണ് നിങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അവരെ നന്മയിലേക്ക് നയിക്കേണ്ടവരാണ് നിങ്ങൾ. അവരെ സത്യത്തിന്റെ സൽപാന്താവിലേക്ക് നയിക്കേണ്ടവരാണ് നിങ്ങൾ. നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ. ആ അർത്ഥത്തിൽ ഇബ്രാഹിം നബി നടത്തിയ ബുദ്ധിപരമായ ജിഹാദ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയുധങ്ങളെയും കാട്ടാറുകളെയും സൃഷ്ടിച്ച സിട്ടാവിലേക്കുള്ള ക്ഷണം സ്വന്തം പിതാവിൽ നിന്ന് ആരംഭിച്ച് യാ അബതി എന്ന് തുടങ്ങി ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം എന്ന് പറഞ്ഞ് നാട്ടുകാരോടും നമ്രൂദിനോടും ഏകദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ്, ദൈവത്തിന്റെ കുതിരത്തുകളെ കുറിച്ച് പറഞ്ഞ്, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞ്, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഇബ്രാഹിം നബി നടത്തിയ ചിന്താപരമായ വിപ്ലവത്തെ ജിഹാദി എന്ന് വിശുദ്ധ ഖുർആൻ വിളിച്ചിരിക്കുന്നു. ഖുർആനിലെ 29-ാമത്തെ അധ്യായം അവസാനത്തെ വചനം, 69-ാമത്തെ വചനം, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ എന്ന് അല്ലാഹു പറയും. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരെ നാം ഹിദായത്തിന്റെ വഴിയിലേക്ക്, വബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സനഹു എന്ന് ഖുർആനിലെ 39-ലെ 17-18-ലും പറയും. ഒരു പ്രഭാഷണത്തെ, ഒരു പ്രബോധനത്തെ, ഒരു മതത്തിന്റെ പ്രത്യേകതയെ, ദൈവിക മതത്തിന്റെ പ്രത്യേകതയെ സിട്ടികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രത്യയശാസ്ത്രവുമായി താരതമ്യം ചെയ്ത് സത്യത്തിലേക്കുള്ള പ്രയാണത്തെ ജിഹാദി എന്ന് പറയും. നമ്മളൊക്കെ ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, കട്ട പിടിച്ച കൂരിരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കൽ ജിഹാദാണ് എന്നാണ് അവിടെ പറയുന്നത്. സത്യം കണ്ടെത്താനുള്ള ഒരു വ്യക്തിയുടെ പഠനം, ഒരു വ്യക്തിയുടെ യാത്ര, ഒരു വ്യക്തിയുടെ അധ്വാനം, സത്യം കണ്ടെത്തിയതിനു ശേഷം അതിൽ അടിയുറച്ച് വിശ്വസിക്കൽ ജിഹാദാണ് എന്ന് വിശുദ്ധ ഖുർആൻ 29-ലെ 69-ാമത്തെ വചനത്തിൽ പറയും. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 142-ാമത്തെ വചനത്തിൽ പറയുന്നത് അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ എന്നാണ്. അവിടെ പറയുന്നത് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കോടിക്കണക്കായ മനുഷ്യർ ഇസ്ലാമായി ജീവിച്ച് മരിച്ചുപോയി. അവരാരും പിച്ചാത്തിയെടുത്തിട്ടില്ല, അവരാരും ആയുധമെടുത്തിട്ടില്ല, അവരാരും രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടില്ല. സ്വതന്ത്രമായി ജീവിക്കുന്ന സിവിലിയന് നേരെ അവരാരും അക്രമം ചെയ്തിട്ടില്ല. ബസ് സ്റ്റോപ്പുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ എയർപോർട്ടുകളിലോ ബോംബുകളായി അവരാരും പൊട്ടിത്തെറിച്ചിട്ടില്ല. പക്ഷേ അവർ ജിഹാദ് ചെയ്തു എന്ന് ഖുർആൻ പറയും. അവർ ത്യാഗം അനുഭവിച്ചു എന്ന് ഖുർആൻ പറയുന്നു. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, അഗ്നികുണ്ടാരത്തിലേക്ക് പീഡിപ്പിക്കപ്പെട്ടവർ, അവരെല്ലാം ജിഹാദ് ചെയ്തതായി വിശുദ്ധ ഖുർആൻ ഈ വാചകത്തിലൂടെ പഠിപ്പിക്കുന്നു. അത് ജിഹാദാണ് എന്ന് പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഖ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. 61-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ഉണ്ടെന്നും വേദനാജനകമായ നരകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന ജിഹാദാണതെന്നും വിശുദ്ധ ഇസ്ലാം പറയും.
പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. പ്രവാചകന്മാർക്ക് സഹായികൾ ഉണ്ടായിട്ടുണ്ട്, അനുധാവന കുതികികളായിട്ടുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന അനുയായി വൃന്ദമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാലം വരും, ആ അനുയായികളുടെ പ്രത്യേകത അവർ പറയാത്തത് അവരോട് ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിരിക്കും അവർ എന്നും പ്രവാചക തിരുമേനിയുടെ വചനത്തിൽ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അന്ന് അധികാരത്തിലുള്ളവർ കൈകൊണ്ട് തടുക്കേണ്ട വ്യക്തി, ഒരാളെ കൈകൊണ്ട് തടുക്കാൻ അവകാശമുള്ള അധികാരമുള്ള ഒരു വ്യക്തി, കൈകൊണ്ട് തടുക്കൽ ജിഹാദാണ് എന്ന് പറഞ്ഞു. വമൻ ജാഹദഹും ബിലിസാനി. രണ്ട് ചുണ്ടുകൾക്കിടയിൽ ദൈവം അനുഗ്രഹമായി നൽകിയ, അക്ഷരക്കൂട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന വൈവിധ്യമായ കഴിവുകൾ നൽകിയ ആ നാവ് ഉപയോഗിച്ച് മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾ ഉദ്ദീപിപ്പിക്കുന്ന വിധത്തിൽ നല്ല ഒരു രൂപപ്പെടുത്തിയെടുത്തുന്ന സംസാരത്തെ ജിഹാദ് എന്ന് വിളിക്കുന്നു. അതുവരെ ഒരു നാട്ടിലെ ജനങ്ങൾ തീവ്രവാദവും ഭീകരവാദവും ഇതര സമൂഹത്തോട് വർഗീയതയും വെച്ച് പുലർത്തുകയും ഒരു വ്യക്തിയുടെ സംസാരത്തിലൂടെ ആ ജനതയുടെ മാനസിക പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ജിഹാദാണ് എന്നാണ് നബി തിരുമേനി പറഞ്ഞത്. വമൻ ജാഹദഹും ബിഖൽബി ഫഹുവ മുഅ്മിൻ. ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ജിഹാദ്, സ്വന്തം ശരീരത്തിലെ ഹൃദയം പുറത്തേക്ക് പറിച്ചെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന അവരുടെ നെഞ്ചത്തോട്ടെറിഞ്ഞ് അവനെ താഴെ വീഴ്ത്തുന്നതിന്റെ പേരല്ല ജിഹാദ്. തിന്മ ചെയ്യുന്നവരെ ഹൃദയം കൊണ്ട് വെറുക്കൽ ജിഹാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരധർമ്മകാരിയെ, ഒരു ഭീകരവാദിയെ, ഒരു ജിഹാദിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവനെ തീർച്ചയായും ഇവിടെ ഹൃദയം കൊണ്ട് വെറുക്കൽ ജിഹാദായി പഠിപ്പിക്കുന്നു. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യാത്തവൻ മുസ്ലിം അല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇസ്ലാം അല്ല, മുജാഹിദല്ല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ റിപ്പോർട്ടിൽ നാം വായിക്കുന്നു. ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പ്രഗൽഭനായ ശിഷ്യനായ ഇബ്നു ഖയ്യിം ജൗസിയുടെ ജിഹാദിനെ കുറിച്ച് പറയുന്ന 13 പദവികളിൽ ഏറ്റവും പ്രധാനമായത്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഖുർആനും സുന്നത്തും പഠിക്കാൻ അയാളുടെ ഇച്ഛയെ നിയന്ത്രിച്ചു നിർത്തി അത് പഠിക്കാൻ അയാളെ നിർത്തിക്കൊടുക്കുന്നതിനെ ജിഹാദായി എണ്ണിയിരിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതിനെ ജിഹാദാണ് എന്ന് വീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങൾ പകർന്നു കൊടുക്കൽ ജിഹാദാണ് എന്ന് പറയുന്നു. ആ രംഗത്ത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന, അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം മകനോട് പറഞ്ഞത്, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുറു ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുൻകർ ഫസ്ബിർ. അവിടെ ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ ക്ഷമയും ജിഹാദായി പഠിപ്പിക്കപ്പെടുന്നു. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു, നബിയെ, ഞാൻ ജിഹാദ് ചെയ്യാനും ഹിജ്റയുടെ കൂലി നേടാനും ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവർ കരയുകയാണെന്നും അവർ വാർദ്ധക്യത്തിലാണെന്നും ആ അനുചരൻ പ്രത്യുത്തരം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മടങ്ങിപ്പോകൂ, മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവർക്ക് ഖിദ്മത്തെടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യൽ ജിഹാദാണ് എന്ന് പറഞ്ഞു. മരിക്കുന്നവരെ അവരെ സംരക്ഷിക്കൽ ജിഹാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനി ജാഹിരിൻ. യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരിയോട്, അക്രമിയായ ഭരണാധികാരിയോട് സത്യത്തിന്റെ വാചകം പറയൽ ജിഹാദാണ് എന്ന് നബി പഠിപ്പിച്ചു. നാളെ ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു നാടിന് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരാദർശ പ്രബോധനത്തിന് വേണ്ടി, ഒരാശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആയുധമെടുക്കേണ്ടി വന്നാൽ അതെടുക്കുന്നതും ജിഹാദാണ്. ഖിതാൽ ഉൾക്കൊള്ളുന്ന ജിഹാദാണ്, യുദ്ധത്തിൽ ഉൾക്കൊള്ളുന്ന ജിഹാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇച്ഛയെ നിയന്ത്രിക്കലും ഖുർആൻ പഠിക്കലും മാതാപിതാക്കളെ സംരക്ഷിക്കലും ജിഹാദാണ് എന്ന് പറഞ്ഞ അതേ ദൈവിക പ്രമാണം തന്നെ ഒരു ഏകദൈവ വിശ്വാസിയെ തിരിച്ചു ബഹുദൈവത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ നിർബന്ധ സ്വരത്തിലെ ആവശ്യപ്പെടലിനെ ജിഹാദി എന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതായത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തിരിച്ചു നീ ബഹുദൈവത്വത്തിലേക്ക് വരണമെന്ന നിർബന്ധ സ്വരത്തെ ജിഹാദി എന്ന പദം കൊണ്ട് സൂറത്തുൽ ലുഖ്മാനിലെ 15 കൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിധത്തിൽ ജിഹാദിനെ വിശാലമായി ഖുർആനിലൂടെ സുന്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നന്മ സ്ഥാപിക്കാനുള്ള, തിന്മക്കെതിരെയുള്ള ഏതേത് ത്യാഗപരിശ്രമങ്ങളും ജിഹാദാണ്. സ്വന്തം മക്കളെ നന്നായി വളർത്തലും വിദ്യാഭ്യാസം നൽകലും അവരെ നല്ല ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കലും അവരെ സംരക്ഷിക്കൽ ഉൾപ്പെടെ
എല്ലാ കാര്യങ്ങളും ജിഹാദിന്റെ പരിധിയിൽ വരും. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് തുടർന്ന് ചർച്ചകൾ കടന്നു ചെല്ലുന്നത്. അത് ശ്രദ്ധിക്കുമ്പോൾ ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീരുകയും നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരികയും ചെയ്യും എന്നതെനിക്ക് ഉറപ്പുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക, നല്ലത് പഠിക്കുക, ചിന്തിക്കുക, സ്വന്തം ബുദ്ധി ആളുകൾക്ക് പണയപ്പെടുത്താതിരിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.